This is by the government only, not from opposition. Now you are telling delimitation census is not possible before 2029. പാർലമെന്റ് സഭയിൽ നാടകീയമായ രംഗങ്ങൾ. മൈക്ക് ഓഫ് ചെയ്യുന്നു. രാഹുൽ ഗാന്ധി സാക്ഷി നിർത്തി കേസി അഴിഞ്ഞാടിയപ്പോൾ ഗതികെട്ട് പല്ലിറുമ്പേണ്ടി വന്ന അമിത്ഷായ്ക്ക് മുന്നിലേക്കാണ് സ്പീക്കർ കെ.സി. വേണുഗോപാലിന്റെ മൈക്ക് ഓഫ് ആക്കിയത്. കൃത്യമായി പറഞ്ഞാൽ ഡൽഹിയിലെ അധികാര സിംഹാസനങ്ങളെ വിറപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ കരുത്തനായ കെ.സി. ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൃത്യമായി പറഞ്ഞാൽ ഡൽഹിയിലെ അധികാര സിംഹാസനങ്ങളെ വിറപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ കരുത്തനായ കെ.സി. വേണുഗോപാൽ പാർലമെന്റിൽ ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വനിതാ സംവരണ ബില്ലിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇരട്ടത്താപ്പിനെ കൃത്യമായ കണക്കുകൾ നിരത്തി അദ്ദേഹം പൊളിച്ചടുക്കുകയായിരുന്നു. 2024 നടപ്പിലാക്കാൻ കഴിയുന്ന ഈ ഒരു കാര്യം എന്തിനാണ് 2029 നീട്ടിവെക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മുന്നിൽ കേന്ദ്രമന്ത്രിമാർക്ക് പോലും മറുപടി ഉണ്ടായിരുന്നില്ല. സെൻസസിന്റെയും മണ്ഡല പുനർനിർണയത്തിന്റെയും പേരിൽ സ്ത്രീകളെ വഞ്ചിക്കുന്ന കേന്ദ്ര നിലപാടിനെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം വിമർശിച്ചത്. പ്രസംഗം തടസ്സപ്പെടുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് രംഗത്തെത്തിയെങ്കിലും കെ.സി. വേണുഗോപാൽ ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോയില്ല. അമിത്ഷായുടെ ഭീഷണികൾക്കും സ്പീക്കറുടെ ചട്ടങ്ങൾ പറച്ചിലിന് മുന്നിലൊന്നും മുട്ടുമടക്കാതെ ജനങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങുന്നുണ്ട് എന്ന് കെ.സി. ഉറപ്പുവരുത്തി. അസംബ്ലി തലത്തിലും പാർലമെന്റിലും സ്ത്രീകളുടെ അവകാശം ഉടൻ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ സഭ ഒന്നടങ്കം സ്തംഭിച്ചു പോവുകയായിരുന്നു. ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ കാഴ്ച കണ്ടത് വേണുഗോപാൽ സംസാരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് മൈക്ക് ഓഫാക്കിയപ്പോൾ തന്നെയാണ്. സത്യം വിളിച്ചു പറയുന്ന പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ മൈക്ക് ഓഫാക്കി ഇല്ലാതാക്കാമെന്ന് മോദി സർക്കാരിന്റെ വ്യാമോഹം മാത്രമാണ് എന്ന് ഇതിലൂടെ നമുക്ക് കാണാനും പറ്റും. മൈക്ക് നിലച്ചെങ്കിലും ആ ശബ്ദം സഭയിലാകെ മാറ്റൊലിക്കൊണ്ടു. ഇന്ദിരാഗാന്ധിയും വാജ്പേയിയും കാത്തുസൂക്ഷിച്ച ഭരണഘടനാ മൂല്യങ്ങളെ അമിത്ഷായും കൂട്ടരും ചേർന്ന് അട്ടിമറിക്കുകയാണ് എന്ന് അദ്ദേഹം ഇന്ന് തുറന്നടിക്കുകയും ചെയ്തു. 2029 തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നത് കൊണ്ടാണ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ഒരു കളി നടത്തുന്നത്. തോന്നിയ വഴിക്ക് തോന്നിയ ബില്ലുകൾ ഇറക്കി അതൊക്കെ തോന്നിയ പോലെ പാസ്സാക്കിയെടുക്കാൻ BJP നടത്തുന്ന സകല ശ്രമങ്ങളെയും അതിരൂക്ഷമായി വിമർശിക്കുന്ന കെ.സി. വേണുഗോപാലിനെയാണ് ഇന്ന് പാർലമെന്റിൽ കാണാനായതും. ആ രംഗങ്ങൾ ഒന്ന് കാണാം. Last 2023, Lok Sabha and Rajya Sabha, the Parliament passed a bill ensuring 33% women reservation in the Parliament and Vidhan Sabha. Sir, that point of time itself, Leader of Opposition Rahul Gandhi from here, Leader of Opposition of other house, Mr. Mallikarjuna Kharge ji, and former CPP Chairperson Sonia Gandhi ji, and all other opposition leaders completely asked the government, yes, this women reservation has to be enforced in 2024. वेणुगोपाल जी, एक मिनट सुनिए. एक मिनट वेणुगोपाल जी, मैं प्लीज आपको एक मिनट मैं दे रहा हूँ. पूरे विषय पर मैं बोलने दूंगा, पर्याप्त समय दूंगा, लेकिन ये विषय अभी बिल इंट्रोड्यूस का है, उस पर बोल रहे. बाकी आप पूरा विषय रखना, मैं सबको पूरा विषय समय दूंगा. भूमिका इसमें नहीं बांधते. 81 and 82 completely provide the protection for fixing the streets of state on representation basis. This government want to completely hijack that constitutional protection and they want to put the bill is very clear, sir. The bill, sir. नहीं, मेरा एक अनुरोध है, मेरे को आप नहीं, स्पीकर ने कहा है आप बोल सकते हैं, मगर स्पीकर ने जब कहा कि रूल 72 में है, आप इंट्रोडक्शन को अपोज करने के लिए रूल्स 72 में जो आप बोलना चाहते हैं तो वो टेक्निकल विषय है. आप जो है पूरा इशू पे डिबेट पे शुरू हो गया. वेणुगोपाल जी, ये डिबेट का समय का नहीं है, ये टेक्निकल आप ऑब्जेक्शन जो उठाया उस पे बोलना है. कॉम्पिटेंसी ऑफ द हाउस का जो मामला है आप उसको बताइए. नहीं, पूरा मौका देंगे. कोई अभी बिल पास तो हो रहा है, आप जितने घंटे जाओगे उतने घंटे मौका दूंगा. 33% of women reservation, why don't you implement in 2024 election? Sir, you only, sir. गृहमंत्री जी क्या कह रहे हैं? बिल के पुरस्तापित है बगैर बिल के मेरिट्स पर कैसे चर्चा हो सकती है? अभी उनको तकनीकी ऑब्जेक्शन है तो ही वो ले सकते हैं. एक बार बिल पुरस्तापित होने के बाद ही बिल के मेरिट्स पर सदन के सदस्य बोल सकते हैं. अभी ये सदन इस स्टेज पर है कि बिल को पुरस्तापित करना या ना करना.
तो बिल को पुरस्तापित करने के लिए टेक्निकल ऑब्जेक्शन ही रूल 72 में वो ले सकते हैं। उनको भाषण करने का पर्याप्त मौका मिलेगा और आप बड़े दयालु हो, ज्यादा मौका देना उनको, हमें कोई, और हम भी कस कर जवाब देंगे, हमें कोई तकलीफ नहीं है। परंतु अभी जो रूल्स है वो रूल्स है कि वो तकनीकी ऑब्जेक्शन ही ले सकते हैं, बिल के मेरिट्स पर नहीं बता सकते। Sir, what is the procedure of the house, sir? Sir, you तो honorable speaker, प्रोसीजर sir. सुनना चाहते हैं? Sir, you allow me to speak. नहीं, Yes, sir, allow. you allow me to speak. अलाउ कर दिया Minister can reply final. इनका Minister माननीय can गृह मंत्री जी reply. का बिल लिस्ट मैंने मौका दिया उनको। Why Amit Shah ji interfering minute? He can reply, sir. What is this, sir? No, You no. can reply. You can reply. Sir, my point is very clear. Sir, this bill. चालू है, माइक चालू है, आपका ही बंद होता है, इनका बंद नहीं होता। Mike is not watching. माइक चालू है। Sir, therefore, we insisted that women reservation should be implemented in 2024. You brought a bill that women reservation will be implemented after the census and census after delimitation. वेणुगोपाल जी, This is by the government only, not from opposition. Now you are telling delimitation census is not possible before 2029. Therefore, you have a better example in Assam. You have a better example in Jammu Kashmir. How you completely done the delimitation exercise? Every entire country know that. You Venugopal want ji. to centralize that Venugopal delimitation ji, now आपको national. Sir, my कितना point समय is that, sir, आप this is senior against member the, हैं। this is against, sir, you are. मैंने कहा- When Indira Gandhi ji was the prime minister, the protection of the state has been given by the constitution मैं आपको 25 years. आपको पूरा Sir, समय Atal दूंगा। Bihari Vajpayee ji also in 2001. Atal Bihari Vajpayee also extended that protection. आगे नहीं Now बोलेंगे you आप। want to take away the protection given by Indira ji and Atal Bihari Vajpayee. Your intention is very clear, sir. Your intention is to hijack Indian democracy. बोलिए। You know about the Indian people mindset. You are scared of 2029 election. You want an escape route to cover up that 2029. That's why you bring the anti-constitutional bill. Therefore, I think the minister has to withdraw this bill, sir. This is the minister has to withdraw this bill. मैं पहले ही सदन को बता दूं कि इस बिल पर व्यापक चर्चा होगी, इसलिए आप अपने विषय को जब व्यापक चर्चा हो जब बोले हैं और पर्याप्त समय आपको दूंगा, कोई समय की कमी नहीं रहेगी। अभी नियम प्रक्रियाओं से सदन चले, 72 में ही आप ऑब्जेक्शन करें, ये मेरा आग्रह है आपसे।